ദേവുട്ടി, രാജേട്ടൻ വന്നെന്ന് തോന്നുന്നു. വാതിലൊന്ന് തുറന്നു കൊടുക്കും. ഞാൻ ഇതാ വരുന്നു. ഇരിക്കാൻ തുളസി പറഞ്ഞില്ല, എങ്കിലിരിക്കുന്നു. തുളസി ഇരിക്കും. രാജേഷ് വീട്ടിലില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ വന്നത്. എനിക്ക് തുളസിയോട് അല്പം സംസാരിക്കാനുണ്ട്. തുളസി അറിഞ്ഞു കാണും, ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ അതിസമർത്ഥമായി രാജേഷ് പിടിച്ചെടുത്തത്. താരാദാസിനെ ആദ്യ റൗണ്ടിൽ തന്നെ വളരെ നിസ്സാരമായി മുട്ടുകുത്തിച്ചുവെന്ന് രാജേഷ് ഊറ്റം കൊള്ളുന്നുണ്ടാവും. പക്ഷേ തുളസിക്കറിയാമോ, രാജേഷിന്റെ ഈ വിജയം എന്റെ ഒരു നിമിഷത്തെ ദൗർബല്യം മാത്രമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം നിങ്ങളെ കീഴ്പ്പെടുത്താമായിരുന്നു, എന്തിന് ഇല്ലാതാക്കാമായിരുന്നു. പക്ഷേ തുളസിയോടുള്ള ഉണ്ടായിരുന്ന പഴയ സ്നേഹത്തെക്കുറിച്ച് ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. അത് പക്ഷെ ഇനിയും ആവർത്തിച്ചൊന്നും വരില്ല. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. തുളസിയെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ മറ്റാര് മനസ്സിലാക്കിയിരിക്കുന്നു? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനസ്സ്, ദൈവത്തെ പോലെ കരുതുന്ന അച്ഛനും ദുഃഖിക്കാൻ കഴിയാതെ തളർന്നു വന്നപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച ദുഃഖം. നോ തുളസി, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും ന്യായങ്ങൾ ചെയ്തെടുക്കാനുമല്ല ഞാൻ വന്നത്. ഹാപ്പൻ ഇസ് ഹാപ്പൻ. അതെന്തായാലും ഇന്ന് നാം വന്നെത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് മാത്രം ഓർക്കുക. ജസ്റ്റ് ദാറ്റ്. ഞാൻ തുളസിയുടെ പഴ പോക്കുകയായിരുന്നു എന്ന് തോന്നൽ നാളെ എന്നെ വേട്ടയാടാതിരിക്കാൻ വേണ്ടിയെങ്കിലും തുളസി എന്നോട് അല്പ സൗമനസ്യം കാണിക്കും. രാജേഷിനെ സ്വാധീനിച്ച് ഇവിടുന്ന് സ്ഥലമാറ്റമായി പോകാൻ ശ്രമിക്കും. ആൻഡ് ഗെറ്റ് സേവ്ഡ് ഫോർ ഹെവൻസ് സേക്ക്.